എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ 10th സ്റ്റാൻഡേർഡിലെ 8ാമത്തെ ചാപ്റ്റർ ആവുന്ന ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി ആണ്. അതിലെ എക്സസൈസ് 8.2 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസുകൾ നോക്കാം. അപ്പം ആദ്യത്തെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇൻ ട്രയാങ്കിൾ ABC റൈറ്റ് ആംഗിൾഡ് അറ്റ് B AB is equal to 5 cm ആൻഡ് ആംഗിൾ ACB is equal to 30 degree. Determine the length of the side BC and AC. അതായത് ഒരു ട്രയാങ്കിൾ പറയുന്നുണ്ട്. ട്രയാങ്കിളിന്റെ പേര് ABC ആണ്. അതൊരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ആണ്. ആ റൈറ്റ് ആംഗിൾ ഏതായിരിക്കണം? B ആയിരിക്കണം അതിന്റെ റൈറ്റ് ആംഗിൾ. അതിന്റെ AB എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് 5 സെന്റിമീറ്റർ ആയിരിക്കണം. ACB എന്ന് പറയുന്ന ആംഗിൾ, ഈ C ആംഗിൾ എത്ര ആയിരിക്കണം? 30 ഡിഗ്രി ആയിരിക്കണം. അതോടൊപ്പം അതിന്റെ മറ്റു രണ്ട് സൈഡാവുന്ന BCയും ACയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ ACB റൈറ്റ് ആംഗിൾഡ് ആയതുകൊണ്ട് ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ വേണം വരയ്ക്കാൻ. 90 ഡിഗ്രി ട്രയാങ്കിൾ വരച്ചു, 90 ഡിഗ്രി കൊടുത്തു. അതിൽ B ആണ് റൈറ്റ് ആംഗിൾ ആവേണ്ടത്. അപ്പൊ B എന്ന് പറയുന്നത് ഇവിടെ വരണം. ഇതാണ് റൈറ്റ് ആംഗിൾ. സോ B ഞാൻ ഇവിടെ കൊടുത്തു. ബാക്കി എയും സിയും ഇവിടെ കൊടുത്തു. അപ്പൊ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ആയി. ഇനി AB-യുടെ നീളം 5 സെന്റിമീറ്റർ. AB എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ സൈഡ് വന്നിട്ട് 5 സെന്റിമീറ്റർ കൊടുത്തു. പിന്നെ എന്താണ്? ആംഗിൾ ACB 30 ഡിഗ്രി, അതായത് ACB. അപ്പൊ ഇതാണ് ആംഗിൾ ACB എന്ന് പറയുമ്പോൾ ഇതാണ് ആംഗിൾ. ഈ ആംഗിൾ എത്ര ആയിരിക്കണം? 30 ഡിഗ്രി ആയിരിക്കണം. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് BC എന്ന് പറഞ്ഞ സൈഡും AC എന്ന് പറഞ്ഞ സൈഡുമാണ് കണ്ടുപിടിക്കാനുള്ളത്. നമ്മൾ ഇതിനു മുന്നേ ഉള്ള എക്സസൈസിൽ ചെയ്തത് രണ്ട് സൈഡ് തന്നിട്ടുണ്ടായിരിക്കും. മൂന്നാമത്തെ സൈഡ് നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കാമായിരുന്നു. അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് വശങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ വന്നിട്ട് ആകെ ഒരു വശമേ തന്നിട്ടുള്ളൂ, ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ. മറ്റു രണ്ട് സൈഡുകളും തന്നിട്ടില്ല. നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്, 30 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ 30 ഡിഗ്രി നമ്മൾ രണ്ട് റേഷ്യോ, ആംഗിൾ റേഷ്യോ പഠിച്ചിട്ടുണ്ട്. 30, 60, 90, 45, 45, 90 ഇങ്ങനെ രണ്ട് ആംഗിളുകൾ പഠിച്ചിട്ടുണ്ട്. ആംഗിളിന്റെ റേഷ്യോസ് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ 13 ആയതുകൊണ്ട് ഇത് 19 ആയതുകൊണ്ട് ഇവിടെ എത്രയായിരിക്കും വരുന്നത്? 16 ആയിരിക്കും അല്ലെ? ഒരു ആംഗിൾ, ഒരു ട്രയാങ്കിൾ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അപ്പൊ 180 ഡിഗ്രിയിൽ ഇത് 90 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്ര എന്ന് പറയാൻ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി അല്ലെ? ഈ 90 ഡിഗ്രി പ്ലസ് ഈ 30 ഡിഗ്രി. അപ്പൊ ഈ 90 ഡിഗ്രി ഈ 30 ഡിഗ്രിയും കൂട്ടിയിട്ട് ആ ആൻസർ നമുക്ക് 180 മൈനസ് ചെയ്താൽ ഇവിടെ എത്രയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ 180 ഡിഗ്രി മൈനസ് 90 പ്ലസ് 30 120 കിട്ടും. അപ്പൊ 180 120 പോയാൽ ബാക്കി എത്രയുണ്ട്? 16 ഡിഗ്രി ആയിരിക്കും ബാലൻസ്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്രയായി? 60 ഡിഗ്രി. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടുത്തെ നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത് 90, 60, 30 ആണ്. അപ്പം 30 ഡിഗ്രി ഈസ് ടു 16 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി അല്ലേ? 30, 60, 90 ഇതാണ് നമ്മുടെ ആംഗിളുകൾ. അപ്പൊ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1/√3:2. ഓക്കെ, അതായത് 30 ഡിഗ്രിയുടെ റേഷ്യോ 1, 60 ഡിഗ്രിയുടെ റേഷ്യോ 3, √3, 90 ഡിഗ്രിയുടെ റേഷ്യോ 2 ആയിരിക്കും. ഇതാണ് 30, 60, 90 ഡിഗ്രി ട്രയാങ്കിളിന്റെ റേഷ്യോസ്. അപ്പൊ നമുക്ക് ഒരു ട്രയാങ്കിളോടെ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ആ ട്രയാങ്കിൾ 90, ഇവിടെ ഞാൻ 30, ഇവിടെ ഞാൻ 60 കൊടുത്തു. എന്നിട്ട് അതിന്റെ റേഷ്യോ കൊടുക്കുകയാണ്. 30യുടെ റേഷ്യോ എത്രയാണ്? 1 ആണ്. അപ്പൊ 30യുടെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് 1 ആക്കേണ്ടത്. 30ന്റെ റേഷ്യോ വരുന്നത് ഈ ഒരു ആംഗിൾ വരുന്ന ഈ സൈഡിലാണ് 1 എഴുതേണ്ടത്. 16ന്റെ റേഷ്യോ √3. അപ്പൊ 60 എന്ന് പറയുന്ന ആംഗിൾ ഇതാ കിടക്കണം. അപ്പൊ ഈ ആംഗിൾ പോകുന്നത് ഇവിടെയാണ്. ഈ ആംഗിളിന്റെ സൈഡ് വരുന്നത് ഇവിടെയാണ്. അപ്പൊ 16ന്റെ നേരെ ഓപ്പോസിറ്റിലായിരിക്കണം √3 കൊടുക്കേണ്ടത്. ഇനി 90, ഈ 90 ഡിഗ്രി ഇതാ കിടക്കുന്നു. അപ്പൊ 90 ഡിഗ്രിയുടെ ആംഗിൾ പോകണം ഇങ്ങോട്ടാണ്. ഇങ്ങനെയാണ് ആംഗിൾ പോകുന്നത്. അപ്പൊ ഈ സൈഡാണ് 90 ഡിഗ്രിയുടെ. 90 ഡിഗ്രിയുടെ 2 ആയതുകൊണ്ട് ഇവിടെ ഞാൻ 2 കൊടുത്തു. ഓക്കെ, നമുക്ക് വേണ്ടത് ഈ സൈഡും ഈ സൈഡുമാണ് ആവശ്യം. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇപ്പൊ 60 ഡിഗ്രി എടുക്കുകയാണെങ്കിൽ ഇത് എത്രയാണ്? ഈ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡും
ഇത് വന്നിട്ട് ഹൈപ്പോട്ടേനസും ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ നമുക്ക് അറിയത്തില്ല, പക്ഷെ ഇവിടത്തെ നമുക്ക് അറിയാം അല്ലെ. ഇവിടെ നമുക്ക് 5 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ 60 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് എടുക്കാം. 60 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡാണ് ഇത് ഹൈപ്പോട്ടേനസ് അല്ലെ. ഇത് വന്നിട്ട് ഹൈപ്പോട്ടേനസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ് വെച്ചിട്ട് എഴുതാം. കോസ് 60 ഡിഗ്രി ഇസിക്കൽ ടു, അപ്പൊ കോസ് 60 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ് കോസ് 60 ഡിഗ്രി അല്ലെ. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? എ ബി ബൈ ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് എന്താണ്? എ സി. ഓക്കെ, അതില് കോസ് 60 ഡിഗ്രി ഇസിക്കൽ ടു എ ബിയുടെ അളവ് അറിയാം. എ ബിയുടെ അളവ് എത്രയാണ്? 5. എ സി അറിയത്തില്ല. എ സി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എ സി അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഈ കോസ് 60ന്റെ ആംഗിൾ റേഷ്യോ എത്രയാണെന്ന് അറിയണം. അതിന് നമുക്ക് ഈ ട്രയാങ്കിൾ ആണ് യൂസ് ചെയ്യേണ്ടത്. കോസ് 60, കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. അപ്പം ഈ 60യുടെ അഡ്ജസന്റ് സൈഡ് 1, ഹൈപ്പോട്ടേനസ് 2. അപ്പൊ therefore ഇത് ഇക്വേഷൻ 1 ആണ്. കോസ് 16 ഡിഗ്രി എന്ന് പറയുന്നത് അഡ്ജസന്റ് 16ന്റെ അഡ്ജസന്റ് സൈഡ് ആവുന്ന 1 ഡിവൈഡഡ് ബൈ 16 ഹൈപ്പോട്ടേനസ് ആവുന്ന 2. അപ്പോൾ 1/2 ആണ് കോസ് 60യുടെ റേഷ്യോ. അപ്പൊ നമുക്ക് ഇത് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഈ വാല്യൂ എടുത്ത് ഞാൻ ഈ 16ന്റെ അവിടെ കോസ് 16ന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം കോസ് 60 നമ്മൾ ഈ ട്രയാങ്കിൾ വെച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് വരും? 1/2. ഇപ്പോൾ 1/2 ഇവിടെ ഞാൻ എന്ത് കൊടുത്തു? 1/2 കൊടുത്തു. പിന്നെ എന്തുകൊണ്ട്? ഈക്വൽ 5/AC. ഓക്കെ, ഇനി എന്താണ്? എ ബൈ ബി ഇസിക്കൽ ടു സി ബൈ ഡി എന്നാണെങ്കിൽ ഈ ഡി കൊണ്ട് എ ഇൻറ്റു ചെയ്യുക, ഈ ബി കൊണ്ട് സി എ ഇൻറ്റു ചെയ്യുക. അതാണ്. രണ്ട് ഫ്രാക്ഷൻ ഈക്വലിന്റെ അപ്പുറം ഇപ്പുറം ഉണ്ടെങ്കിൽ ഈ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഇവിടുത്തെ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്യുക, ഈ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഇവിടുത്തെ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്യുക. അതുകൊണ്ട് അതേ മോഡലിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ എ സി കൊണ്ട് ഈ 1നെ ഇൻറ്റു ചെയ്യുക, 2 കൊണ്ട് ഈ 5നെ ഇൻറ്റു ചെയ്യുക. അപ്പം എ സി ഇൻറ്റു 1 ഇൻറ്റു എ സി എന്ന് കിട്ടും. ഈ 2 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ 5 ഇൻറ്റു 2 എന്ന് കിട്ടും. അപ്പൊ 1 ഇൻറ്റു എ സി ഇസിക്കൽ ടു 5 ഇൻറ്റു 2 10. അപ്പൊ എ സി എത്രയായി? 10 സെന്റിമീറ്റർ ആയി. നമ്മുടെ എ സി എന്ന് പറയുന്നത് ആരാണ്? ഹൈപ്പോട്ടേനസ് ആണ് അല്ലെ. ഹൈപ്പോട്ടേനസിലെ വില എത്ര കിട്ടി? 10 സെന്റിമീറ്റർ എന്ന് നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഇത് വേണം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ഇട്ട് സൈൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഓപ്പോസിറ്റ് സൈഡിൽ അറിഞ്ഞൂടാത്ത ഹൈപ്പോട്ടേനസ് ഉണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടത്തെ വാല്യൂ കിട്ടും. അപ്പൊ ഇത് ഇത്രയും മനസ്സിലായല്ലോ. കോസ് 16 ഇട്ട് നമ്മൾ എങ്ങനെയാണ് എ സിയുടെ വാല്യൂ കണ്ടുപിടിച്ചത്, എ സിയുടെ നീളം കണ്ടുപിടിച്ചെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് അപ്പൊ ബി സി കിടക്കുന്നത് 16ന്റെ ഓപ്പോസിറ്റിലാണ്. അപ്പൊ 16ന്റെ ഓപ്പോസിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്തെടുക്കണം? സൈൻ എടുക്കണം. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. സൈൻ 60 ഡിഗ്രി ഇസിക്കൽ ടു 16ന്റെ സൈൻ്റെ റേഷ്യോ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഓക്കെ, അപ്പൊ 16ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബി സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് എ സി. അപ്പം സൈൻ 60 എന്ന് പറയുന്നത് എന്താണ്? ബി സി നമുക്ക് അറിയത്തില്ല, എ സി നമുക്കറിയാം. എ സിയുടെ നീളം എന്ന് പറയുന്നത് 10 ആണ്. അതിവിടെ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സൈൻ 60നെ ഈ ട്രയാങ്കിളിൽ നിന്ന് റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പൊ സൈൻ 60 ഡിഗ്രി ഈസിക്കൽ ടു സൈൻ 60യുടെ സൈനിന്റെ റേഷ്യോ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. അപ്പൊ ഈ ട്രയാങ്കിളിലെ ഓപ്പോസിറ്റ് 60ന്റെ ഓപ്പോസിറ്റ് ആരാണ്? √3 അല്ലെ. ഓപ്പോസിറ്റ് സൈഡ് ആരുടെ ഓപ്പോസിറ്റ്? 16ന്റെ ഓപ്പോസിറ്റ്. അപ്പൊ 16ന്റെ ഓപ്പോസിറ്റ് ആരാണ്? √3 ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഈ ട്രയാങ്കിൾ ഹൈപ്പോട്ടേനസ് ആരാണ്? ഇതാണ് അല്ലെ. ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഇതാണ് ഹൈപ്പോട്ടേനസ്. സോ 2 is the hypotenuse. അപ്പൊ സൈൻ 60യുടെ റേഷ്യോ എന്താണ്? √3/2. അപ്പൊ √3/2 കിട്ടി. അതെടുത്ത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുക്കുന്നു.
ഓക്കെ. അപ്പോൾ ഇക്വേഷൻ 2-ൽ നമ്മൾ സൈൻ 16 എന്ത് ചെയ്യണം? ഈ √3/2 എഴുതണം, കൊടുക്കണം. അപ്പോൾ ഞാൻ സൈൻ 60 അവിടെ ഈ √3/2 കൊടുക്കാൻ പോവാണ്. √3/2 കൊടുത്തു. ഇവിടെ ഞാൻ √3/2 കൊടുത്തു ഇസിക്കൽ ടു BC/10. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻ ആണ്, ഈക്വലിൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് ഫ്രാക്ഷൻ ആണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ ഉണ്ട്, ഈ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്യണം. ഈ ഡിനോമിനേറ്റർ ഉണ്ട്, ഈ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 10 കൊണ്ട് √3 ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും? 10 × √3 എന്ന് കിട്ടും. ഇസിക്കൽ ടു ഈ 2 കൊണ്ട് BC ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 × BC എന്ന് കിട്ടും. 10 × √3 10√3, 2 × BC 2BC. ഇനി നമുക്കറിയേണ്ടത് BC ആണ്. അപ്പോൾ ഈ BC അറിയണമെങ്കിൽ ഈ 2 ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ഈ 2 ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. 2 × BC എന്നാണ് 2BCയുടെ മീനിങ്. അപ്പോൾ ഇൻറ്റു ആണ്, ഇൻറ്റു ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആവും. അപ്പോൾ ഈ 2 ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആവും. നമുക്ക് എഴുതാം ഈ BC ഇസിക്കൽ ടു ഇപ്പുറത്ത് എന്തുണ്ട്? 10√3 ഉണ്ട്. ഓക്കെ. അപ്പോൾ BC ഇസിക്കൽ ടു 10√3 എഴുതി. ഈ 2 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. അപ്പോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ BC ഇസിക്കൽ ടു എന്താണ്? 10-നെ നമ്മൾ 2 കൊണ്ട് √3 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഈ 10-നെ വേണം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ 10-നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 5 കിട്ടും അല്ലേ? 2-ൻ്റെ ടേബിൾ 10-ൽ 5 ടൈംസ്. പിന്നെ എന്തുണ്ട്? ഈ √3 ഉണ്ട്. അപ്പോൾ 5√3 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ അളവ്. BCയുടെ അളവ് 5√3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. അപ്പം എങ്ങനെയാണ് ഈ 30, 60, 90 റേഷ്യോ ഇട്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ. നമുക്ക് ഒരേ ഒരു സൈഡ് മാത്രമേ തരത്തുള്ളൂ. ഒരു ക്ലൂ അവർ തന്നിരിക്കും, ആംഗിൾ എത്രയാണ്? 13 ആണ്. അപ്പോൾ 13 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ റേഷ്യോ എഴുതണം. അതിൻ്റെ റേഷ്യോകൾ പഠിച്ചു വെച്ചോണം. 13-ൻ്റെ റേഷ്യോ 1 ആണ്, 16-ൻ്റെ റേഷ്യോ √3, 90-യുടെ റേഷ്യോ 2. ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. 90, 60, 30. 30-യുടെ റേഷ്യോ 1 ആയതുകൊണ്ട് അത് കൊടുക്കുക. 60-ൻ്റെ റേഷ്യോ √3 കൊടുക്കുക. 90-യുടെ റേഷ്യോ 2 കൊടുക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മുടെ സൈൻ കോസ് എന്താണോ ആപ്ലിക്കബിൾ, നമുക്ക് ഏത് വശങ്ങളാണോ ഈ ആംഗിളിൻ്റെ ഏത് സൈഡാണോ വേണ്ടത് അത് സൈൻ എങ്കിൽ സൈന്, കോസ് എങ്കിൽ കോസ് ഇട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ രണ്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞ സൈഡ് നമുക്ക് എഴുതാം. ദ length of side BC and AC is equal to BC എത്ര? 5√3 സെൻറ്റിമീറ്റർ, പിന്നെന്താണ്? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് ഇത്രയും കൂടെ എഴുതുന്നതോടുകൂടി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ 16, 30, 90-യുടെ റേഷ്യോ എത്ര എന്നുള്ളത്. നമുക്ക് ഒരു 2 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തിട്ട് എക്സസൈസിലേക്ക് പോകാം. അടുത്തൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഇൻ ട്രയാങ്കിൾ PQR റൈറ്റ് ആംഗിൾഡ് അറ്റ് Q, PQ is equal to 3 centimeter and PR is equal to 6 centimeter. Determine angle QPR and angle PRQ. അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിന്റെ പേര് PQR എന്നാണ്. അതിൽ Q വന്നിട്ട് റൈറ്റ് ആംഗിൾ ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ ട്രയാങ്കിൾ എന്തെന്ന് പറയാം? ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി വരണത് എവിടെ ആയിരിക്കണം? Qയിലായിരിക്കണം. അപ്പൊ ഇത് Q, ബാക്കിയുള്ളത് P, ഇത് വന്നിട്ട് R. അപ്പൊ PQR എന്നുള്ള ട്രയാങ്കിൾ വരച്ച് Q വന്നിട്ട് റൈറ്റ് ആംഗിൾ ആക്കി. അതിൽ PQ 3 സെന്റിമീറ്റർ, PQ ഇത് 3 സെന്റിമീറ്റർ, PR 6 സെന്റിമീറ്റർ, ഈ PR ഇത് 6 സെന്റിമീറ്റർ. ഡിറ്റർമൈൻ ദ ആംഗിൾ QPR. അപ്പൊ ഈ ആംഗിൾ എത്ര എന്നുള്ള ഡിറ്റർമൈൻ ചെയ്യണം. ആംഗിൾ PRQ. അപ്പൊ ഈ ആംഗിൾ R നടുക്ക് വരുന്ന ഈ ലെറ്റർ ആണ് ആംഗിൾ ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഈ ലെറ്റർ R ആകുന്ന ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. P ആകുന്ന ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ആകെപ്പാടെ ഉള്ളത് ഈ 90 ഡിഗ്രി ഉള്ളൂ. മറ്റു രണ്ട് ആംഗിൾ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുണ്ട്? ഈ സൈഡിന്റെ ഒക്കെ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലെ? ഹൈപ്പോട്ടൈനസിന്റെയും ബേസിന്റെയൊക്കെ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച രണ്ട് ആംഗിൾ റേഷ്യോസ് ഉണ്ട്. 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഉണ്ട്. 30 ഡിഗ്രി 60 ഡിഗ്രി
90 ഡിഗ്രിയും ഉണ്ട്. ഇവിടെ വന്നിട്ട് ഈ പിയുടെ അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ടേനസും കിടപ്പുണ്ട് അല്ലെ. ഈ പിയുടെ അഡ്ജസൻറ്റ് സൈഡാണ് ഇത് വന്നിട്ട് ഹൈപ്പോട്ടേനസ്. അപ്പൊ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് എന്താണ്? കോസ് ആണ് അല്ലെ. കോസിന്റെ ഡെഫിനിഷൻ ആണ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. അപ്പൊ കോസ് പി ഇസ് ഈക്വൽ ടു, കോസ് പിയുടെ ഡെഫിനിഷൻ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. പിയുടെ അഡ്ജസൻറ്റ് ആരാണ്? പി ക്യു. പി ക്യു ബൈ ഹൈപ്പോട്ടേനസ് എന്താണ്? പി ആർ ഇസ് ഈക്വൽ ടു പി ക്യു എത്ര? 3, പി ആർ വന്നിട്ട് 6. അപ്പൊ ഇവിടെ 3/6 ആണ്. അപ്പൊ ഈ ഫ്രാക്ഷൻ നമുക്ക് ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, ചെറുതാക്കാൻ പറ്റും. 3യുടെ ടേബിള് 3യെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. 3യുടെ ടേബിള് 3നെ ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും അല്ലെ. 3യെ നമ്മൾ 3യുടെ ടേബിൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. 3യുടെ ടേബിൾ കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. അപ്പൊ കോസ് പി എന്ന് പറയുന്നത് എത്രയാണ്? 1/2. അപ്പൊ ഈ 1/2 റേഷ്യോ ഏതാണെന്ന് അറിയത്തില്ല. അപ്പൊ നമുക്ക് അറിയാവുന്ന രണ്ട് ആംഗിളുകൾ 45 ഡിഗ്രി ഈസ് ടു 45 ഡിഗ്രി ഈസ് ടു 90. 45 ഡിഗ്രിയുടെ റേഷ്യോ 1, 45 ഡിഗ്രിയുടെ റേഷ്യോ 1, 90യുടെ റേഷ്യോ √2. ഇനി വേറൊരു ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90. 30യുടെ റേഷ്യോ 1, 60യുടെ റേഷ്യോ √3, 90യുടെ റേഷ്യോ 2. ഓക്കെ. അപ്പൊ നമുക്കിവിടെ 1ഉം 2 ആണുള്ളത്. ഇവിടെ 1ഉം 2 എടുക്കാം. ഇവിടെ 1 ഉണ്ട്, പക്ഷെ 2 ഇല്ല, √2 ഉള്ളു. അപ്പൊ ഇതല്ല നമുക്ക് എടുക്കേണ്ട ആംഗിൾസ്. 2 ഉള്ളത് എവിടെയാണുള്ളത്? ഇവിടെ 1ഉം 2 ഉള്ളത് ഇതാണ്. അപ്പൊ ഇതാണ് നമ്മൾ എടുക്കേണ്ട ആംഗിൾസ്. 30, 60, 90 ആണ്. അതിൽ 90 ഇതാ കിടപ്പുണ്ട്. ഇനി 13ഉം 16ഉം വേണം. അതിൽ ഇതാണോ 30, ഇതാണോ 16 ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മളിപ്പോ എന്താ ചെയ്തത്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇവിടെ 90 ഡിഗ്രി കൊടുക്കാം, ഇവിടെ 30 ഡിഗ്രി കൊടുക്കാം, ഇവിടെ 60 ഡിഗ്രി കൊടുക്കാം. ഇനി ഇതിന്റെ റേഷ്യോ എഴുതി കൊടുക്കാം. 30യുടെ റേഷ്യോ 1 ആണ്. അപ്പൊ 30 ഇരിക്കുന്നു, 30യുടെ നേരെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ സൈഡിൽ വേണം 30യുടെ റേഷ്യോ കൊടുക്കുക. അപ്പൊ 30യുടെ റേഷ്യോ ഈ സൈഡിൽ എത്രയായി വരും? 1. 60യുടെ റേഷ്യോ √3 ആണ്. അപ്പൊ 16 ഇവിടെയാണ്. ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡാണ് 16ന്റെ റേഷ്യോ. 16ന്റെ റേഷ്യോ √3, അത് ഇവിടെ കൊടുക്കാം. പിന്നെ 90യുടെ റേഷ്യോ 2. അപ്പൊ 90യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഇവിടെ വേണം നമ്മൾ 2 കൊടുക്കേണ്ട. അപ്പൊ നമ്മൾ എന്താണ് അഡ്ജസൻറ്റ്, ഇവിടെ നമ്മൾ എടുത്തത് എന്താണ്? കോസ് പി ആണ് എടുത്തത്, അതായത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. അപ്പൊ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് 1/2 കിട്ടി ഇവിടെ. അപ്പൊ ഇവിടുത്തെ 16ന്റെ അഡ്ജസൻറ്റ് സൈഡ് 1, ഹൈപ്പോട്ടേനസ് 2. അപ്പൊ കോസ് 60 ഡിഗ്രി എന്ന് പറയുന്നത് 16ന്റെ അഡ്ജസൻറ്റ് സൈഡ് ബൈ 16ന്റെ ഈ ട്രയാങ്കിൾ ഹൈപ്പോട്ടേനസ് 2. അപ്പൊ ഇവിടെ ആംഗിൾ എത്ര ആവുമ്പോഴാണ് 1/2 കിട്ടിയത്? 60 ഡിഗ്രി ആയപ്പോഴാണ് 1/2 കിട്ടുന്നത്. അപ്പൊ കോസ് 60 ഡിഗ്രിയുടെ റേഷ്യോ ആണ് 1/2. അപ്പൊ നമ്മൾ എന്ത് എടുക്കാം? അപ്പൊ 16 ആണ് ഇവിടെ വരേണ്ട ആംഗിൾ. സോ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? 60. അപ്പൊ ആംഗിൾ കണ്ടുപിടിച്ചാൽ മനസ്സിലായല്ലോ. നമുക്ക് 1/2 എന്ന് കിട്ടിക്കഴിഞ്ഞു. ആ 1/2 കിട്ടാനുള്ള കാരണം ഏതാണ്? രണ്ട് ആംഗിൾ പഠിച്ചിട്ടുണ്ട്, 45, 45, 90, 30, 60, 90. 30, 60, 90യുടെ റേഷ്യോ നമുക്കറിയാം. അതെടുത്ത് നമ്മൾ ട്രയാങ്കിൾ ഇട്ട് കൊടുത്തിട്ട് ഈ 1/2 കിട്ടണമെങ്കിൽ, അപ്പൊ ഇതല്ലേ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ചെയ്യുമ്പോഴല്ലേ 1/2 കിട്ടണം. അപ്പൊ കോസ് 16, ഇവിടെ 16 വരുമ്പോഴാണ് എന്തെന്ന് പറയണത്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആവുന്നത്. അപ്പൊ നമുക്ക് ഈ പി എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കണം? 16 ആയിരിക്കണം, എങ്കിലേ 1/2 ആവുള്ളൂ. അപ്പം therefore angle QPR is equal, ഈ പി എന്ന് പറയുന്ന ആംഗിൾ എത്ര ആയിരിക്കണം? 60 ആയിരിക്കണം, എങ്കിലേ 1/2 കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ 60 ഡിഗ്രി. ഇനി അപ്പൊ ഇത് 16 ആയി, ഇത് 19 ആയി. ഇനി ഇതും കൂടെ കണ്ടുപിടിച്ചാൽ അതിന് നമ്മൾ ഇനിയിപ്പോ സൈൻ ഇതിന്റെ ട്രിഗ്നോമെട്രി റേഷ്യോ ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 180 നിന്ന് ഇത് രണ്ടും മൈനസ് ചെയ്താൽ മതി. അപ്പൊ ആംഗിൾ, ഈ ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? PRQ. ആംഗിൾ PRQ എന്ന് പറയുന്നത് എന്താണ്? 180 നിന്ന് മൈനസ് ചെയ്യുക. ആരെയൊക്കെ? ഈ ആംഗിളും ഈ ആംഗിളും. അപ്പൊ ഈ ആംഗിളിന്റെ പേരെന്താണ്? PQR. ഈ 90 ഡിഗ്രി എന്ന് പറയുന്നത് PQR. അപ്പൊ ആംഗിൾ PQR
പ്ലസ് പിന്നെ ഈ ആംഗിൾ ക്യു പി ആർ, ആംഗിൾ ക്യു പി ആർ ഇസിക്കൽ ടു 180 ഡിഗ്രി മൈനസ് പി ക്യു ആർ എത്രയാണ് 90 ഡിഗ്രി പ്ലസ് ക്യു പി ആർ എത്രയാണ് 60 ഡിഗ്രി. ഇസിക്കൽ ടു എത്ര 180 ഡിഗ്രി മൈനസ് ഇത് എത്ര കിട്ടും 150 ഡിഗ്രി കിട്ടും അല്ലേ. ഇസിക്കൽ ടു 180 150 പോയാൽ 13 ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്ര കിട്ടി 30. അപ്പൊ ഇവർ ചോദിച്ച രണ്ട് ആംഗിളും ആയല്ലോ, പി ആർ ക്യൂവും കിട്ടി ക്യു പി ആറും കിട്ടി അല്ലെ. പി ആർ ക്യൂവും ക്യു പി ആറും രണ്ടും എന്താണ് 60 30 എന്നുള്ളത്. ഇവിടുത്തെ ആംഗിൾ എത്രയായി 30 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കോസ് 1/2 സൈൻ കോസ് 16 സൈൻ 30 ഇത് നിങ്ങൾ ടേബിളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ ഉണ്ട്. അപ്പൊ ബൈഹാർട്ട് ചെയ്തത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് 1/2 ആണോ 1/√2 ആണോ അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ വരച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, ഈസി ആയിരിക്കും. പെട്ടെന്നൊരു ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, ഈ റേഷ്യോസ് ഇട്ട് കൊടുക്കുക, അതിന്റെ കോസോ സൈനോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഈ 1/2 കിട്ടാൻ എന്ത് ചെയ്താൽ കിട്ടും, കോസ് എടുത്താലാണോ 1/2 കിട്ടുന്നത് അല്ലെങ്കിൽ സൈൻ എടുത്താലാണോ കിട്ടുന്നത് എന്നുള്ളത് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് ഇതിന്റെ ആംഗിൾ എത്രയായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് നേരെ എക്സസൈസിലോട്ട് പോകാം. അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. അടുത്ത എക്സാമ്പിൾ ഏതാണ്? ഇഫ് സൈൻ a minus b is equal to 1/2 cos a plus b is equal to 1/2 0 degree less than a plus b less than or equal to 90 degree a greater than b find a and b. അതായത് സൈൻ ആംഗിളിന്റെ വാല്യൂ ഇത് വന്നിട്ട് ആംഗിൾ ആണ്. a മൈനസ് ബി എന്ന് പറയുന്നത് ഒരു ആംഗിൾ ആണ്. അതെന്താണ് സൈനിന്റെ ആംഗിളിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1/2 ആണ്. അതുപോലെ കോസ് ആംഗിളിന്റെ റേഷ്യോ എന്ന് പറയുന്നതും 1/2 ആണ്. ഈ എ പ്ലസ് ബി എന്ന് പറയുന്ന ആംഗിള് 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും അകത്താണ് വരേണ്ടത്. 0 ഡിഗ്രിയും കാട്ടി വലുതായിരിക്കണം, ഈക്വൽ ആകാൻ പാടില്ല. ഈക്വൽ ഇട്ടിട്ടില്ലല്ലോ, അപ്പൊ ഗ്രേറ്റർ ദാൻ 0 ഡിഗ്രി ഗ്രേറ്റർ ദാൻ വലുതായിരിക്കണം. അതായത് 1 ഡിഗ്രി തൊട്ട് എവിടെ വരാൻ 90 ഡിഗ്രി വരെ അല്ല ഈക്വൽ ഇട്ടിരിക്കണുണ്ടോ. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വെച്ചാൽ 90 ഡിഗ്രിക്ക് താഴെയോ 90 ഡിഗ്രിയോ ആകാം. അപ്പൊ എ പ്ലസ് ബി എന്ന് പറയുന്ന ഈ ആംഗിള് 0 ഡിഗ്രിക്ക് മുകളിൽ 1 ഡിഗ്രി തൊട്ട് 1 ഡിഗ്രി 2 ഡിഗ്രി അങ്ങനെ 89 ഡിഗ്രി 90 ഡിഗ്രി വരെ വരാം. എ ഗ്രേറ്റർ ദാൻ ബി, ഈ എ എന്ന് പറയുന്നത് ഒരു ആംഗിൾ ആണ്, ബി എന്ന് പറയുന്നത് വേറൊരു ആംഗിൾ ആണ്. അപ്പൊ എ ആംഗിള് ബി ആംഗിളിനെ കാട്ടി വലുതായിരിക്കണം. ഇപ്പൊ ഇത് 30 ആണെങ്കിൽ ഇത് 31 ആയിരിക്കണം. അതായത് ഇത് ഈ ബി എം കാട്ടി വലുതായിരിക്കണം എ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എ ആൻഡ് ബി, ഈ എ എന്ന് പറയുന്ന ആംഗിളും ബി എന്ന് പറയുന്ന ആംഗിളും എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ പറയണത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ആദ്യം എഴുതാം. സൈൻ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 1/2. അപ്പൊ സൈൻ ഈ ആംഗിളിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1/2 ആണ്. നമുക്ക് 2 വരുന്നത് 2 റേഷ്യോ വരുന്ന ആംഗിൾ ഏതാണ്? 30 ഡിഗ്രി ഈസ് ടു 16 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി. ഈ 3 ആംഗിൾ വരുന്നതിലാണ് 30യുടെ റേഷ്യോ 1 ആയിരിക്കും, 16ന്റെ റേഷ്യോ √3 ആയിരിക്കും, 90യുടെ റേഷ്യോ 2 ആയിരിക്കും. അപ്പൊ ഈ 1ഉം 2ഉം വരുന്നത് ഈ ഒരു റേഷ്യോയിലാണ്. 1ഉം വരുന്നുണ്ട് 2ഉം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എടുക്കേണ്ട ആംഗിളുകൾ ഏതൊക്കെയാണ്? 30, 60, 90. ഇതിൽ ഏതോ ഒന്നായിരിക്കണം എയും ബിയും. ആദ്യം നമുക്ക് ഇതിന്റെ ട്രയാങ്കിൾ വരയ്ക്കാം. ജസ്റ്റ് ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ വരയ്ക്കുക. 90യുടെ റേഷ്യോ 2 ആണ്. കാരണം 90യുടെ റേഷ്യോ 2 അല്ലേ. അപ്പൊ ഈ 90യുടെ റേഷ്യോ ഇവിടെ നമ്മൾ 2 കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെ രണ്ടിടത്ത് ബാക്കി 2 ആംഗിൾ കൊടുക്കാം. ഞാൻ ഇവിടെ 13 കൊടുക്കുന്നു, ഇവിടെ 16 കൊടുക്കുന്നു. അപ്പൊ 30യുടെ റേഷ്യോ എത്രയാണ്? 1 ആണ്. അപ്പൊ ഈ 30യുടെ റേഷ്യോ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡാണ് അതിന്റെ റേഷ്യോ. അപ്പൊ 30യുടെ റേഷ്യോ 1 ഇടേണ്ടത് ഇവിടെ. 16ന്റെ റേഷ്യോ √3. അപ്പൊ 16ന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡാണ് 16ന്റെ റേഷ്യോ. അപ്പൊ 16ന്റെ റേഷ്യോ √3. സോ ഞാൻ ഇവിടെ √3 എടുത്തു. നമ്മളോട് പറഞ്ഞിരിക്കുന്നു സൈനിന്റെ റേഷ്യോ ആണ് 1/2 എന്ന് പറയുന്നത്. സൈൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. അപ്പം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് നമ്മൾ 16 വെച്ച് നോക്കിയാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് എന്ന് പറയുമ്പോൾ √3/2 എന്നല്ലേ വരത്തുള്ളൂ. ഈ ഓപ്പോസിറ്റ് സൈഡ് √3 ബൈ ഹൈപ്പോട്ടേനസ് 2 അങ്ങനെ നോക്കിയാൽ 16 ബേസ് ചെയ്ത് നോക്കിയാൽ ഇതേ ബൈ ഇതെന്ന് വരും. അപ്പൊ അതല്ല നമുക്ക് എടുക്കുന്നത് എന്താണ്? 1/2 ആണ്.
അപ്പൊ നമുക്ക് 16 എടുക്കാൻ പറ്റില്ല. സൈൻ 13 എടുത്ത് നോക്കാം. സൈൻ 30 ഡിഗ്രി എടുക്കാം. സൈൻ 30 എടുത്താൽ ഇതാണ് എടുക്കേണ്ടത്. അപ്പൊ ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്, 30യുടെ ഓപ്പോസിറ്റ് എത്രയാണ്? 1. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പം ഹൈപ്പോട്ടനസ് ഏതാണ്? ഇത് 2. അപ്പൊ ബൈ 2. അപ്പം നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യൻ കിടക്കണ 1/2 ആണ്. 1/2 കിട്ടണമെങ്കിൽ സൈൻ 13 ആയിരിക്കണം അല്ലെ? സൈൻ 16 ആണെങ്കിൽ ഇത് √3/2 എന്ന് വന്നേനെ. അപ്പൊ 13 ആണ് കറക്റ്റ് വാല്യൂ. 1/2. അപ്പൊ നമ്മുടെ a-b ആരായിരിക്കണം? 13 ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം സൈൻ 30 ഡിഗ്രി ആണ് 1/2. സോ അതുകൊണ്ട് ഈ a-b എന്ന് പറയണതായി എത്രയായിരിക്കണം? 30 ഡിഗ്രി ആയിരിക്കണം. അത് ഇക്വേഷൻ 1. ഇത് ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? cos a plus b is equal to 1/2 എടുക്കാം. cos a plus b is equal to 1/2. കോസിന്റെ ഡെഫിനിഷൻ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് എന്നാണ് അല്ലെ? അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ അഡ്ജസന്റ് 16 എടുത്ത 16ന്റെ അഡ്ജസന്റ് എന്ന് പറയുന്നത് 1, ഹൈപ്പോട്ടൈനസ് എന്ന് പറയുന്നത് 2. അപ്പൊ കോസ് 60 ഡിഗ്രി എടുത്ത 60 ഡിഗ്രിയുടെ അഡ്ജസന്റ് 1, പിന്നെ ഈ ട്രയാങ്കിൾ ഹൈപ്പോട്ടൈനസ് എന്ന് പറയുന്നത് 2. അപ്പൊ 1/2 കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് കോസ് 1/2 കിട്ടണമെങ്കിൽ a പ്ലസ് ബി എത്ര ആയിരിക്കണം? 60 ഡിഗ്രി ആയിരിക്കണം. കാരണം 60 ഡിഗ്രിയുടെ റേഷ്യോ ആണ് 1/2 എന്ന് കിട്ടുന്നത്. അപ്പം a പ്ലസ് ബി എന്താവും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ കോസ് a പ്ലസ് ബി, അതായത് കോസ് 60 ഡിഗ്രി ആണ് 1/2. സോ അതുകൊണ്ട് ഈ 60 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? a പ്ലസ് ബി ആണ്. അപ്പൊ a പ്ലസ് ബിയുടെ വില എന്ന് പറയുന്നത് 60 ഡിഗ്രി. അത് ഇക്വേഷൻ 2. നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് a ആൻഡ് b ആണ്. ഇത് a പ്ലസ് ബിയുടെ വാല്യൂ ആണ്, ഇത് a മൈനസ് ബിയുടെ വാല്യൂ ആണ്. എയുടെയും ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് അതിന് കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഈ ഇക്വേഷൻ 1ഉം ഈ ഇക്വേഷൻ 2ഉം തമ്മിൽ ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ 1ന്റെ വാല്യൂ എടുക്കുകയാണ്. a മൈനസ് ബി ഇസ് ഇക്വൽ ടു 30. പിന്നെ എന്ത് അതിൻ്റെ കൂടെ എത്ര കൂട്ടണം? ഇക്വേഷൻ 2 കൂട്ടണം. അപ്പൊ a പ്ലസ് ബി ഇസ് ഇക്വൽ ടു 60 ഡിഗ്രി ആണ് ഇക്വേഷൻ 2. അപ്പൊ ഇക്വേഷൻ 2ന്റെ വില എടുത്ത് ഇതിലൂടെ ആഡ് ചെയ്യണം. അപ്പൊ a പ്ലസ് ബി ഇസ് ഇക്വൽ ടു 60. ഒന്നുകൂടെ പറയാം. ആഡ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് a മൈനസ് ബി ഇസ് ഇക്വൽ ടു 30. അത് എഴുതി. പിന്നെന്താണ് ഇക്വേഷൻ 2? ഇക്വേഷൻ 2 വന്നിട്ട് ഇതാണ്, a പ്ലസ് ബി ഇസ് ഇക്വൽ ടു 60. അത് എഴുതി. അത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ എയും എയും കൂട്ടി എത്ര കിട്ടും? 2a എന്ന് കിട്ടും അല്ലെ? a പ്ലസ് എ 2a. ബിയും മൈനസ് ബിയും അല്ലെ? അപ്പൊ ബിയിൽ നിന്ന് ഈ ബി കുറയ്ക്കണം, സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ മൈനസ് കിടക്കണോണ്ട് ഇതും ഇതും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ബിയിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്ത ആൻസർ എത്രയാണ്? 0. അപ്പം ഇവിടെ 0 കിട്ടും. ഇതും ഇതും ചെയ്യുമ്പോൾ 0. 16 പ്ലസ് 13 എത്ര കിട്ടും? 19 കിട്ടും. ഓക്കെ. അപ്പൊ 2 ഇതിന് ഞാൻ ഇവിടെ ചെയ്യണം. 2a ഇസ് ഇക്വൽ ടു, അതായത് 2a പ്ലസ് 0 എന്ന് വെച്ചാൽ ആൻസർ എത്രയാണ്? 2a. 2aയുടെ കൂടെ 0 കൂട്ടി ആൻസർ എത്രയാണ്? 2a. പിന്നെ എന്തുകൊണ്ട്? 90. ഇനി നമുക്ക് അറിയേണ്ടത് a ആണ്. അപ്പൊ ഈ 2 അപ്പുറത്തോട്ട് പോണ്ടേ. അപ്പൊ a ഇസ് ഇക്വൽ ടു 90. ഈ 2 എന്ന് പറയുന്നത് ഇവർക്കിടയിൽ ഇൻറ്റു ആണ് അല്ലെ? 2 ഇൻറ്റു a ആണ് 2a. അപ്പൊ ഈ 2 ഇൻറ്റു ഈക്വലിന്റെ അപ്പുറത്ത് പോയാൽ എന്താവും? ഡിവൈഡ് ആവും. അപ്പൊ 2 അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും? ഡിവിഷനായി മാറും. ഇസിക്കൽ ടു എത്ര? 19നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 45. അപ്പൊ a എന്ന് പറയുന്ന ആംഗിൾ എത്ര കിട്ടി? 45 കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് അതിന്റെ b എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാം. അത് ഞാൻ b എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇവിടെ ഈ b എന്ന് പറയുന്ന ആംഗിൾ ഒന്നുകിൽ നമ്മൾ ഈ ഇക്വേഷൻ 1ലോ അല്ലെങ്കിൽ ഇക്വേഷൻ 2ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് b എന്ന് പറയുന്ന ആംഗിൾ കിട്ടും. ഞാൻ ഇക്വേഷൻ 2ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? substituting the value of a in equation 2. Okay, substituting the value of a in equation 2. a യുടെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 2ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. a യുടെ വാല്യൂ എത്രയാണ്? 45 ഡിഗ്രി. ഇക്വേഷൻ 2 എന്താണ്?
എ പ്ലസ് ബി ഈക്വൽ ടു 60. അപ്പൊ എ പ്ലസ് ബിയില് എക്ക് എത്ര കൊടുക്കണം? 45 കൊടുക്കണം. അപ്പൊ എയുടെ അവിടെ ഞാൻ എന്ത് എഴുതണം? 45 ഡിഗ്രി. പിന്നെന്തുണ്ട്? പ്ലസ്, പിന്നെന്തുണ്ട്? ബി, പിന്നെ ഇസിക്കൽ ടു പിന്നെന്താ 60 ഡിഗ്രി. ഓക്കെ, എ പ്ലസ് ബി ഇസിക്കൽ ടു 60 ഡിഗ്രി ആണ് ഇക്വേഷൻ 2. ആ ഇക്വേഷൻ 2ല് എക്ക് എയുടെ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എ ഇരിക്കുന്നത് ഇവിടെയാണ്, അവിടെ ഞാൻ എയുടെ വാല്യൂ 45 ഡിഗ്രി കൊടുത്തു. ഇനി ഈ 45 ഡിഗ്രി ഈക്വലിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? മൈനസ് ആവും അല്ലേ? കാരണം ഇവിടെ പ്ലസ് 45 ഡിഗ്രി ആണ്. ഈ പ്ലസ് 45 ഡിഗ്രി ഇവിടെ എത്തുമ്പോൾ മൈനസ് 45 ഡിഗ്രി ആവും. ഇസിക്കൽ ടു ബി. ഇനി ഇവിടെ ആരേ ഉള്ളൂ? ബി, വിച്ച് ഇംപ്ലൈസ് ബി ഇസിക്കൽ ടു 60 ഡിഗ്രി. ഈ 45 ഡിഗ്രി ഈക്വലിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? മൈനസ് ആവും. അപ്പൊ മൈനസ് 45 ഡിഗ്രി. Therefore B is equal to 60 നിന്ന് 45 ഡിഗ്രി പോയാൽ എന്താവും? 15 ഡിഗ്രി കിട്ടും അല്ലേ? 60 നിന്ന് 45 ഡിഗ്രി മൈനസ് ചെയ്ത ആൻസർ ഈസ് 15 ഡിഗ്രി. നമ്മളോട് ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എ വന്നിട്ട് ബി എം കാട്ടി വലുതായിരിക്കണം. എ ആണ് വലുത്, ബി ചെറുതാണ്. അപ്പൊ എ എന്ന് പറയുന്നത് എത്ര? 45 ഡിഗ്രി. ബി എന്ന് പറയുന്നത് 15 ഡിഗ്രി. ശരിയാണല്ലോ? ബി എം കാട്ടി വലുതാണല്ലോ എ, 15 ഡിഗ്രിയും കാട്ടി വലുതാണല്ലോ 45 ഡിഗ്രി. അപ്പൊ ആ കണ്ടീഷൻ കറക്റ്റ് ആണ്. ഇനി എയും ബിയും കൂട്ടിയാൽ എന്തിന്റെ ഇടയിലായിരിക്കണം? 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലായിരിക്കും എ പ്ലസ് ബി. എ എന്ന് പറയുന്നത് 45 ഡിഗ്രി, ബി എന്ന് പറയുന്നത് 15. അപ്പൊ 15ഉം 45ഉം കൂടെ ആഡ് ചെയ്താൽ 16 കിട്ടും. 16 ഈസ് എന്താണ്? ഇവിടെയല്ലേ വരുന്നത്? 90ക്ക് താഴെയാണ് 60 പറഞ്ഞാൽ 0 ഡിഗ്രിയും കാട്ടി വലുതാണ് 60 ഡിഗ്രി. അപ്പൊ ഈ കണ്ടീഷൻസ് എല്ലാം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? എയും ബിയും എത്രയാണെന്നുള്ളത് എടുത്തെഴുതാം. Therefore ആംഗിൾ എ എന്ന് പറയണത് എത്രയാണ്? 45 ഡിഗ്രി ആൻഡ് ആംഗിൾ ബി എന്ന് പറയണത് 15 ഡിഗ്രി. നിങ്ങൾ ഇത് രണ്ടും എടുത്ത് എഴുതുന്നതോടുകൂടി ഈ ക്വസ്റ്റ്യന്റെ ആൻസർ തീരുന്നതാണ്. അപ്പൊ ഇതുപോലെയുള്ള എ മൈനസ് ബി, എ പ്ലസ് ബി ഇട്ടുള്ള സൈൻ കോസ് ഇട്ടുള്ള റേഷ്യോ വന്നിട്ടുള്ളത് വരും. നിങ്ങൾക്ക് റേഷ്യോ തരുമ്പോൾ ഈ 1ഉം 2ഉം അല്ലെങ്കിൽ 1/√3 ഒക്കെ ആണെങ്കിൽ ഇതാണ് എടുക്കേണ്ടത്. 30, 60, 90 ആണ് എടുക്കേണ്ടത്. അതിന്റെ ഒരു ഫിഗർ വരച്ചിട്ട് ഈ 1/2 വരാൻ എന്താണ്? സൈൻ 30 ആണോ അതോ കോസ് 60 ആണോ ഏതാണെന്ന് കറക്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിച്ച് വാല്യൂ അപ്ലൈ ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.